ഫാറ്റ് അബ്ഡമിനൽ ഫാറ്റിൽ തൊലിയുടെ തൊട്ടടിയിലുള്ളതല്ല, ആന്തരിക അവയവങ്ങളെ ചുറ്റിയുള്ള ഫാറ്റാണ് വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റാണ് ബാഡ് കൊളസ്ട്രോൾ, ഹൃദ്രോഗം, ലിവർ ഡിസീസ്, പാൻക്രിയാസ് ഡിസീസ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമാവുന്നത്. വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. എളുപ്പവഴി എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പം, ഉപയോഗിക്കാനും എളുപ്പം. മലയാളികളോട് ഇഞ്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചി എല്ലാവരും ദിവസം ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും അതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഒരു ദിവസം ഒരു 10 ഗ്രാം ഉപയോഗിക്കാൻ പറ്റും. ഒരു 10 ഗ്രാം ഇഞ്ചി നല്ലോണം തൊലി കളഞ്ഞിട്ട് ചതച്ച് ഒരു 500 മില്ലി വെള്ളത്തിൽ ചേർക്കുക. എന്നിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കുക. നമ്മുടെ തേയിലയുടെ കിളുന്നില ഉണക്കിയത് ഇല, കറുവപ്പട്ട പൊടിച്ചതിന്ന് ഒരു നുള്ള് എടുക്കുക. അതിന് 1 സ്പൂൺ തേയിലയും ഒരു നുള്ള് കറുവപ്പട്ടയും ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ തിളപ്പിച്ച ഇഞ്ചിയുടെ വെള്ളം തിളപ്പിച്ചത് അതിലേക്ക് ഒഴിക്കുക. 100 മില്ലി ഒരു നേരം നമുക്ക് ഉപയോഗിക്കാം, ഒരു ചായയുടെ. അങ്ങനെ ദിവസം 5 പ്രാവശ്യം ഉപയോഗിക്കാം. ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു ദോഷമില്ല. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ദഹനം കൂടി വരുന്നതായിട്ടും നമ്മുടെ അബ്ഡമിനൽ ഫാറ്റ്, അതായത് വയറിൻ്റെ ഭാരം കുറയുന്നതായിട്ടും ശരീരം കുറച്ച് ലൈറ്റ് ആവുന്നതായിട്ടും നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഫലപ്രദമായ രീതിയിലും അബ്ഡമിനൽ ഫാറ്റ്, വിസറൽ ഫാറ്റ്, അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളുള്ള ഫാറ്റ് പോലും ഡൈജഷൻ നടക്കാനും ഈസി ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഫാറ്റും മറ്റും അബ്സോർപ്ഷൻ നടക്കാനും ആഗിരണം നടക്കാനും വളരെ നല്ലതാണ്. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ രോഗനിവാരണത്തിനും രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാനും ഏറ്റവും ഫലപ്രദമായ കാര്യം അതാണ്. അതിന് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണിതെന്ന് നിസ്സംശയം പറയാൻ പറ്റും.